നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രഗത്ഭനാണല്ലോ സുനിൽ പി ഇളയടം. അദ്ദേഹം പറയുന്നതെല്ലാം നാട്ടിലുള്ളവർ കേട്ട് വിശ്വസിച്ചു കൊള്ളണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. മഹാഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഹിന്ദു വിരുദ്ധത പുറത്തെടുത്തിരിക്കുകയാണ്. സുനിശ്ചിതമായ ഒരു ഗ്രന്ഥമായി മഹാഭാരതത്തെ കാണാനാകില്ലെന്നതാണ് സുനിൽ പി ഇളയടത്തിൻ്റെ നിരീക്ഷണം. പല സ്ഥലത്തു നിന്നും മഹാഭാരതത്തിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ടെന്നതാണ് സുനിശ്ചിതമല്ലാത്ത ഗ്രന്ഥത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ഈ മഹാനായ സുനിൽ പി ഇളയടം വാദിക്കുന്നത്. അതുകൊണ്ട് അസ്തിത്വത്തിൻ്റെ കാര്യത്തിൽ അത്ര വ്യക്തതയില്ലാത്ത ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതമെന്നും ഈ മഹാൻ വാദിച്ചിരിക്കുകയാണ്. തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ അനുകൂലിച്ചതിലൂടെ സുനിൽ പി ഇളയടത്തിന് നേരെ പലരും വിമർശനം നടത്തിയിരുന്നതാണ്. ന്യൂനപക്ഷ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് തീർത്തും മൗനം പാലിക്കുന്ന സുനിൽ പി ഇളയടം തുടർച്ചയായി ഹിന്ദു ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് നിരന്തരം പരിഹാസ വിധേയമാക്കുന്നത്. ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിക മൗലികവാദത്തെ നമ്മൾ എതിർക്കേണ്ടതില്ലെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട് സുനിൽ പി ഇളയടം. 1997 സുനിൽ പി ഇളയടത്തിന് കാലടി സർവകലാശാലയിൽ അധ്യാപകനായി നിയമനം കിട്ടിയത് തന്നെ അർഹതയില്ലാതെയാണെന്ന് ഈയിടെ വിവരാവകാശ രേഖകൾ പ്രകാരം പുറത്തു വന്നിരുന്നു. ഗവേഷണ യോഗ്യതയുള്ള പലരെയും തഴഞ്ഞ അക്കാദമിക് യോഗ്യത പോലും ഇല്ലാതെ ദേശാഭിമാനിയിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തുകൊണ്ടിരുന്ന സുനിൽ പി ഇളയടം സംസ്കൃത സർവകലാശാലയിൽ പ്രവേശിച്ച വ്യക്തിയാണെന്നതിൻ്റെ കരിനിഴലുള്ള അധ്യാപകൻ കൂടിയാണ് ഈ മഹാൻ. അദ്ദേഹമാണിപ്പോൾ മഹാഭാരതത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്.